ഒന്നിനു പിറകെ ഒന്നായി ഫൈനാൻസ് സ്ഥാപനങ്ങൾ പൂട്ടുകയും നിക്ഷേപകർക്ക് കോടികൾ നഷ്ടമാകുന്നത് പതിവായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പത്തനംതിട്ടയിൽ പതിവാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന തട്ടിപ്പ് പുല്ലാട് ജിയാൻജി ഫൈനാൻസിൻ്റേതാണ്. എന്നാൽ താൻ ജോലി ചെയ്ത സ്ഥാപനത്തിലേക്ക് നിക്ഷേപം സമാഹരിക്കുകയും കമ്പനി പൊട്ടിയപ്പോൾ സ്വന്തം വസ്തുവകൾ പണയപ്പെടുത്തിയും മറ്റും നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുകയും അവസാനം കടം കയറി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയും ചെയ്ത ഒരാളുണ്ട്. പന്തളം കടക്കാട് സ്വദേശി മോഹൻ ആർ നായർ. ഞാൻ അവിടെ ഏരിയ മാനേജറുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഗുജറാത്തിൽ സൂറത്ത് എന്ന് പറയുന്ന പട്ടണത്തില് ഏരിയ മാനേജറുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. സൂറത്തില് അതിനുശേഷം ഒരു കേരളത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നപ്പം 2009 മുതൽ ഞാൻ കേരളത്തിൽ പന്തളത്ത് വർക്ക് ചെയ്തു. അപ്പോൾ ആ വർക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 2013 RBIയുടെ ലൈസൻസിന് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ട് അത് ഇവിടെ നടത്തിച്ചു കൊണ്ടുപോകാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം ഞാൻ കമ്പനിയെ അറിയിച്ചു. കമ്പനിയെ അറിയിക്കുകയും കമ്പനി പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന പേരിൽ അവിടുത്തെ ക്ലോസ് ചെയ്യാൻ പബ്ലിക്കിന്റെ ഫണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പബ്ലിക്കിന്റെ ഫണ്ട് ഏകദേശം 5 കോടി രൂപയുടെ അപ്പുറത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 കോടി രൂപയിൽ 4,25,00,000 രൂപയും കമ്പനി നമുക്ക് തരുകയും നമ്മളത് റണ്ണിങ് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ കമ്പനിയുടെ ഓൺ ബിൽഡിംഗ് ആയിരുന്നു ഇവിടെ പന്തളത്തുണ്ടായിരുന്നത്. ബാക്കി പൈസ കൊടുക്കാനുള്ള ബാക്കി കൊടുത്തോണ്ടിരുന്നപ്പോൾ പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വളരെ പ്രഷർ ഉണ്ടായി. അപ്പോൾ ആ കമ്പനി അപ്പോൾ ആ പ്രോപ്പർട്ടി അത് വിറ്റിട്ട് പബ്ലിക്കിന് ബാക്കിയുള്ള ഫണ്ട് കൊടുക്കാൻ നമ്മളെ അവർ ഉത്തരവാദിത്തപ്പെടുത്തി. എന്നിട്ട് എനിക്ക് അതിന്റെ പവറപ്പെട്ട് വന്നതാണ്. അപ്പൊ അതർ സ്റ്റേറ്റിന്റെ ആയതുകൊണ്ട് കേരളത്തിൽ അത് വിൽക്കാനെ കൊണ്ട് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. നമ്മളതിന്റെ സാങ്കേതിക തടസ്സങ്ങളൊക്കെ നീക്കി വന്ന് 2019 ആയപ്പോഴത്തേനും അഡ്ജുഡിക്കേഷൻ ചെയ്യണമെന്നുള്ള രീതി വന്നപ്പം അത് അടൂര് ആഡിയോയിൽ കൊണ്ടുവന്ന് അഡ്ജുഡിക്കേഷൻ ചെയ്ത് അതിനെ അന്നത്തെ നിലവാരത്തിൽ 4,35,000 രൂപയും നമ്മൾ മുടക്കി. അത് മുടക്കിയിട്ടാണ് ആ പ്രോപ്പർട്ടി നമ്മുടെ പേരിൽ അഡ്ജുഡിക്കേഷൻ ചെയ്ത് കിട്ടിയത്. അത് വിൽക്കാൻ വന്നപ്പോഴത്തേന് EDയുടെ സ്റ്റേ അതിന്റെ മുകളിൽ വന്നു. നമുക്ക് അതുവരെ ഇതിനകത്ത് EDയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പബ്ലിക്കിന് ഫണ്ട് ബാക്കിയുള്ളത് നമ്മുടെ അപ്പുറത്തേന് ക്ലിയർ ചെയ്ത് നമ്മുടെ വീടും സ്വർണവും കാര്യങ്ങളൊക്കെ വിറ്റ് പണയപ്പെടുത്തിയൊക്കെ നമ്മൾ കൊടുത്തു. പബ്ലിക്കിന് ഫണ്ട് മൊത്തം കേരളത്തിലേക്ക് കൊടുത്തു തീർത്തു. അപ്പൊ അതിനുശേഷം അവര് ഈ മൊത്തത്തിലെ കമ്പനിക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ പ്രശ്നമുണ്ട്. അപ്പൊ അവര് കമ്പനി ക്ലോസ് ആയി. ക്രൈംബ്രാഞ്ച് അവരെ അറസ്റ്റ് ചെയ്തു. അതിന്റെ മേലുദ്യോഗസ്ഥന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് അവർക്ക് 2017 ബെയിൽ കിട്ടി. 2017 ബെയിൽ കിട്ടിയതിന് ശേഷം അവരെ 110 കോടി രൂപ അവർ അടച്ചെന്നാണ് പറയുന്നത്. അടച്ചതിന് ശേഷമാണ് അവർ ബെയിൽ കിട്ടിയത്. അപ്പൊ അതിൽ ബാക്കിയുള്ള ഓൾ ഓവർ ഇന്ത്യയിൽ എത്ര പ്രോപ്പർട്ടി അവരുടെ സ്വന്തമായിട്ടുണ്ടോ അത് മുഴുവനും അവരെ വിറ്റിട്ട് ക്ലിയർ ചെയ്യാമെന്നുള്ള രീതിയിൽ EDയാണ് ഇപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ED കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ 2015 ഉണ്ടായിരുന്ന സംഭവം ഇന്ന് 2024 ഇതുവരെയും അതിന്റെ യാതൊരു വിധമായ നടപടികളും നമുക്കുണ്ടായിട്ടില്ല. ഇതിനോടനുബന്ധിച്ചാണ് 2015 ഞങ്ങൾ ഗുജറാത്ത് കമ്മീഷണർക്ക് ഞങ്ങൾ കേസ് കൊടുത്തതാണ്. അതിന്റെ യാതൊരു നടപടികളും ഉണ്ടാവാതെ വന്നപ്പോഴാണ് വൈബ് അവിടുത്തെ പ്രഷർ സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇവിടെ തിരിച്ച് നാട്ടിൽ പോയി. ഭുവനേശ്വർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന മൈക്രോ ഫിനാൻസ് ആൻഡ് മൈക്രോ ലീസിംഗ് ആൻഡ് ഫണ്ടിംഗ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഏരിയ മാനേജറായി ഗുജറാത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു മോഹനും ഭാര്യയും. സ്ഥാപനത്തിന്റെ പ്രവർത്തനം കേരളത്തിലും തുടങ്ങിയതോടെ ഇദ്ദേഹം ജന്മനാട്ടിൽ തിരിച്ചെത്തി കമ്പനിയുടെ പന്തളം ശാഖയുടെ ചുമതലക്കാരനായി. കമ്പനിയുടെ കേരളത്തിലെ വളർച്ച പെട്ടെന്നായിരുന്നു. ധാരാളം ആളുകൾ നിക്ഷേപകരായി എത്തി. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പാളിച്ച മൂലം കമ്പനി തകർന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് മോഹനന്റെ ആവശ്യം. ഈ ടാർഗറ്റ് വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം പൈസ നമ്മുടെ കയ്യിൽ നിന്നൂടെ നമ്മൾക്ക് ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ല. കമ്പനി നല്ല കമ്പനിയായിരുന്നു. ഞാൻ 11 വർഷം അതിനകത്ത് വർക്ക് ചെയ്തതാണ്. ഫിനാൻസ് കമ്പനിയാണ്, NBFC കമ്പനിയാണ്. അതായത് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അന്ന് ഇതിനകത്ത് RBIയുടെ ലൈസൻസ് ഉണ്ടായിരുന്നു. 2013 കാലഘട്ടം ആയപ്പോഴത്തേന് അവർ വേറൊരു കമ്പനി ഇതിനോട് ഇൻക്ലൂഡ് ചെയ്ത് മൈക്രോ ലീസിംഗ് ആൻഡ് ഫണ്ടിംഗ് ലിമിറ്റഡ് എന്നും പറഞ്ഞു. അതിനകത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളത് പിന്നീടാണ് നമുക്കറിയുന്നത്. ഇപ്പം കേരളത്തിലും ഒറീസയും കേരളത്തിലും അല്ല, ഗുജറാത്തിലുണ്ട്, ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്.